രാവിലെ തന്നെ വലിയ കണ്ടുപിടുത്തമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ നിവിൻ. ക്യാപ്റ്റന്മാരെ ജയിലിടാൻ പാടില്ല, അത് എവിടത്തെ നിയമമാണെന്ന്. അത് ബിഗ് ബോസ് വീട്ടിലെ നിയമമാണ്. വീട്ടിനുള്ളിൽ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ, തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെറിയ തെറ്റാണെങ്കിലും വലിയ തെറ്റാണെങ്കിലും അതിന് ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്ക് അവരെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാമെന്നുള്ളത് ബിഗ് ബോസ് വീടിൻ്റെ റൂളാണ്. അതുകൊണ്ട് രാവിലെ തന്നെ നിവിൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. നിവിനെ സംബന്ധിച്ച് ജയിലിൽ പോകാൻ പറ്റൂല, അവസാന സമയമായില്ലേ. അതുപോലെ ക്യാപ്റ്റനാണ്, ജയിലിൽ പോകാൻ പറ്റൂല. എന്തായാലും ഈ 3 ക്യാപ്റ്റന്മാരിൽ 2 ക്യാപ്റ്റൻ എന്തായാലും ജയിലിൽ പോകും. അതാരാണെന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. മിക്കവാറും നിവിനും അക്ബറും പോകാനാണ് സാധ്യത. ആരും ന്യൂട്രലായിട്ട് കളിക്കുന്നുണ്ട്. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് നൈസായിട്ട് ഇടയിൽ കൂടി പോയിട്ട് ഒരു സോറി പറയുന്നുണ്ട്. കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണമെന്ന് പറയില്ലേ, അത് എന്തായാലും നല്ല രീതിയിൽ ആര്യനറിയാം. ആര്യനെല്ലാം ചൂടാവുന്നു. നിവിൻ്റെയും അക്ബറിൻ്റെയും കൂടെ നിന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു, മറ്റുള്ളവരെ എതിർത്ത് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് ഇവരൊക്കെ മാറി കഴിയുമ്പോൾ അപ്പുറത്ത് പോയിട്ട് അതിൽ തന്നെ നൂറിനൊക്കെ സോപ്പിടുന്നു, സോറി പറയുന്നു, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ്, എൻ്റെ തെറ്റാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. ആ സമയത്ത് അതിലേക്ക് നൂറൊക്കെ പറയില്ല, നിൻ്റെ മാത്രമല്ലടാ 3 പേരുടെയും തെറ്റാണ്, അവരാണ് കൂടുതൽ തെറ്റ് ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ ഇത് ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആര്യൻ്റെ ഒരു മൈൻഡ് ഗെയിം ആയിരിക്കാം അത്. അനുമോൾ പറയുന്നുണ്ട്, അവൻ ഭയങ്കര കള്ളനാണ്, അവൻ ആക്ട് ചെയ്ത് നിൽക്കുകയാണ്, ഞാൻ അവൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നിവിൻ പറയുന്നത് എന്തായാലും നമ്മൾ 3 ആളും ജയിലിൽ പോവില്ല, അങ്ങനെ അവർക്ക് ജയിലിൽ പോകാനായിട്ട് നമ്മളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റൂല, ക്യാപ്റ്റന്മാരെ ജയിലിടാൻ പാടില്ല എന്നുള്ളതാണെന്ന്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, നീ പോയടാ, അങ്ങനത്തെ നിയമമൊന്നും ഇവിടെ ഇല്ല, ആര് വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാമെന്ന്. മണ്ടത്തരം വിളിച്ച് പറയാതെ. ഇവനും അക്ബറും ജയിലിലേക്ക് പോകുന്നുള്ള കാര്യം സംശയമില്ല. ബിഗ് ബോസ് എന്ത് ടാസ്ക് ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് പണിയാണ് ജയിലിനുള്ളിൽ കൊടുക്കാൻ പോകുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.